ഇതുപോലൊരു കാർഡുണ്ടോ കയ്യിൽ? എന്നാവാ നമുക്കൊരു കുട്ടി ഡെസ്ക് ഡെക്കോർ ചെയ്യാം. ആദ്യം തന്നെ ഇതിനെ രണ്ടായിട്ട് അങ്ങോട്ട് മടക്കുക. ഞാൻ മടക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ മടക്കിയ ഒരു ലക്ഷണം കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരുടെ അടുത്ത് വേറൊന്നും അല്ലടാ, ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത കാരണം ക്യാമറ ഓൺ ആക്കാതെ അങ്ങ് മടക്കി. ഭാഗ്യത്തിന് മടക്കിയത് മാത്രമേ ഉള്ളൂ. പെയിന്റും കൂടെ അടിച്ചായിരുന്നെങ്കിൽ പിന്നെ വീഡിയോ എടുക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്നിട്ട് തമ്പിന് ഇതുപോലെ കളർ ചെയ്യുക. തമ്പെടുത്ത് കളറിലോട്ട് മുക്കുന്നതിനേക്കാളും ബെറ്റർ ബ്രഷ് കൊണ്ട് കുറച്ച് അടിച്ചു കൊടുക്കുന്നതാണ്. അതാവുമ്പോൾ ഓവറായിട്ട് കളർ ആവൂല. എന്നിട്ട് ഇതുപോലെ പേപ്പറിലേക്ക് പതിപ്പിച്ചു കൊടുക്കുക. 2 പ്രാവശ്യം ചെയ്യണം, കാരണം നമുക്ക് 2 വേണമല്ലോ. ആദ്യത്തേത് അത്ര അങ്ങോട്ട് ശരിയായില്ല, പക്ഷെ രണ്ടാമത്തത് കൊള്ളാം. രണ്ടാമത്തത് എനിക്കിഷ്ടം. എന്നിട്ട് കുറച്ച് കണ്ണ് മൂക്കൊക്കെ വരച്ച് കുറച്ച് ഹാർട്ടൊക്കെ വരച്ച് ഒന്ന് സുന്ദരന്മാരാക്കുക. പക്ഷെ ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലേ ഒരു തമ്പ് നമ്മുടേതും ഒരു തമ്പ് നമ്മുടെ ഫ്രണ്ടിന്റെയും കൂടെ വെച്ചിട്ട് ചെയ്യണം. അപ്പൊ നല്ല രസമായിരിക്കും. ബൈ ദ ബൈ ഇതുവരെ ഡെസ്ക് ഡെക്കോർ ആയിട്ടില്ല കേട്ടോ. ഡെസ്ക് ഡെക്കോർ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുത്ത് 2 സൈഡിലും ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് താഴെ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഡെസ്കിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. മറിഞ്ഞൊന്നും വീഴരുതല്ലോ. അതുപോലെ കുറേ പേര് ഗിവ് അവേ എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1K 2K ഒക്കെ ആവാതെ നമ്മളങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട വീഡിയോയും കൂടെ ലൈക്ക് ചെയ്യുക.